ആൻഡ് ഫൈനലി ആപ്പിൾ ഇൻ്റലിജൻസിനെ ഗൂഗിളായിട്ട് മാറ്റാൻ പോവാണ്. എന്താണെന്നല്ലേ, കംപ്ലീറ്റ് ആയിട്ട് കുറേയധികം കാര്യങ്ങൾ ആപ്പിൾ ഈ ഒരു കൊല്ലവും അടുത്ത കൊല്ലവും നമ്മുടെ യൂസേഴ്സിന് തരാൻ പോകുന്നുണ്ട്. എന്താണ്, എങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കാണാം. ഗൂഗിളും ആപ്പിളും കൂടെ ഒരു കമ്പൈൻഡ് ആയിട്ട് ഒരു മൾട്ടി ഇയർ കൊളാബറേഷനിലേക്ക് പോവുകയാണ്. സോ ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യം ഞാൻ നിങ്ങളെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ അടിപൊളിയായ ആപ്പിളിൻ്റെ കാര്യം അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ ഒരു കൊല്ലം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്തായാലും ഹിറ്റ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മളെ എന്തായാലും ഹെൽപ്പ് ചെയ്യുക. സോ ദിസ് ഇസ് എബിൻ സേവ്യ. വെൽക്കം ബാക്ക് ടു എവിക്ക. എന്താണ് ഗൂഗിളും ആപ്പിളും തമ്മിൽ കൊണ്ടുവരാൻ പോകുന്ന ഇത്രയും വലിയ ഒരു മൾട്ടി ഇയർ കൊളാബറേഷൻ എന്ന് പറയുന്നത്? ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വലിയ ഫെയിലിയർ ആയിരുന്നു ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സത്യമായിട്ടും ഞാൻ തന്നെ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പേഴ്സണലി എൻ്റെ ഐഫോണിൽ ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്യാറില്ല. നിങ്ങൾ പല വീഡിയോസ് എന്നെ ഫോളോ ചെയ്യുന്ന പലരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും. ഇനി പുതിയ ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്യാറില്ല. ഐഫോണിൽ നമ്മുടെ റെഗുലർ പഴയ ഓൾഡ് സ്കൂൾ സിറി ഇല്ലേ, അതാണ് ഞാൻ യൂസ് ചെയ്യാറ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പുതിയ ആപ്പിൾ ഇൻ്റലിജൻസിൽ ആപ്പിൾ കൊണ്ടുവന്ന ആ ഒരു AI എന്ന് പറഞ്ഞ ഫീച്ചർ ആക്ച്വലി ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ഒരു പാവം കുഞ്ഞു കൊച്ചാണ്. മനസ്സിലായോ? ഒരു ബേബിയാണത്. അതിന് വലിയ കേപ്പബിലിറ്റീസോ അതോടൊപ്പം പൊട്ടൻഷ്യലോ കൊടുത്തിട്ടില്ല ആപ്പിൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന ആപ്പിൾ ഇൻ്റലിജൻസിനെക്കാട്ടും ഫാർ ബെറ്റർ ആണ് നമ്മൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന പല AI സോഫ്റ്റ്വെയർസും പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്. നമുക്ക് ഗൂഗിൾ ജെമിനി ഉണ്ട്, ചാറ്റ് GPT ഉണ്ട്, എന്നിങ്ങനെ കുറേയധികം പ്ലാറ്റ്ഫോംസ് നമുക്ക് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടും AI നമുക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവിടെയാണ് ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫെയിലിയർ ആപ്പിൾ ഇൻ്റലിജൻസിൽ കാണാൻ പറ്റിയത്. അവർ പ്രോമിസ് ചെയ്ത WW24 25 കാണിച്ച പല കാര്യങ്ങളും ആപ്പിളിന് ഇപ്പോഴും കറൻ്റ്ലി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഒരു പേഴ്സണലൈസ്ഡ് സിറി, അതോടൊപ്പം തന്നെ നമ്മുടെ ഫുൾ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് വേണ്ട ഫീഡ്ബാക്ക് തരുന്ന ഒരു സിറി എന്നിങ്ങനെ പല പ്രോമിസസും ആപ്പിൾ കൊണ്ടുവന്നു. പക്ഷെ ഒന്നും ആപ്പിളിന് കൊണ്ടുവരാൻ പറ്റിയില്ല. ആകെ കൊണ്ടുവന്നത് കുറച്ചധികം വിഷ്വൽ ചേഞ്ചസും സൗണ്ട് എഫക്ട്സും ആൻഡ് നമുക്ക് കുറച്ചധികം ഇൻട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു പുതിയ മോഡലായിട്ടുള്ള സിറിനെമാണ് ആപ്പിൾ കൊണ്ടുവന്നത്. അല്ലാതെ വേറെ ഒരു മാറ്റവും ആപ്പിളിന് കൊണ്ടുവരാൻ പറ്റിയില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന iOS 26.4 ആൻഡ് iOS 27 നമുക്ക് കുറേയധികം മാറ്റങ്ങളാണ് ഗൂഗിളായിട്ട് ആപ്പിൾ സിങ്ക് ആകുമ്പോൾ വരാൻ പോകുന്നത്. ഗൂഗിൾ ജെമിനി ആണോ ഇനി ആപ്പിൾ ഇൻ്റലിജൻസ് ആവാൻ പോകുന്നത്? അല്ലെങ്കിൽ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ കംപ്ലീറ്റ് ഓപ്ഷൻസും അഡോപ്റ്റ് ചെയ്യാൻ പോവുകയാണോ? ഈ പറയുന്ന പല കാര്യങ്ങൾക്കും കുറച്ച് ക്ലാരിറ്റി ഞാൻ വരുത്തി തരാം. ഗൂഗിളിൻ്റെ കയ്യിൽ നിന്ന് ആപ്പിൾ 1.2 or 1.3 ട്രില്യൺ പാരാമീറ്റേഴ്സ് ഓഫ് AI ബേസ് ആണ് എടുക്കാൻ പോകുന്നത്. എന്താണത്? ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനിയിലേക്കാട്ടും കൂടുതൽ ഡാറ്റയും റിസർച്ച് ചെയ്തുള്ള കുറേ റിസൾട്ടുകളും ഗൂഗിളിൻ്റെ അടുത്തുണ്ട്. ഈ പറയുന്ന റിസൾട്ടുകളും ഡാറ്റകളും വെച്ചാണ് അവരുടെ ഓരോ AIനെയും ഫണ്ടമെൻ്റലായിട്ട് അവർ ട്രെയിൻ ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഈ ഒരു ബുക്കേ ഉള്ളൂ. ഞാൻ ഈ ഒരു ബുക്കിലുണ്ടാകുന്ന എഡ്യൂക്കേഷണലായിട്ടുള്ള ആ ഒരു ക്വാളിഫിക്കേഷനൊക്കെ അല്ലെങ്കിൽ ഇതിലുണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ പഠിക്കുന്നത്. പക്ഷേ എനിക്ക് മൾട്ടിപ്പിളായിട്ട് കുറേ ബുക്കുകളുണ്ട്. എനിക്ക് പല ആൾക്കാർ എഴുതിയ ബുക്കുകളുണ്ട്, അല്ലെങ്കിൽ പല ആൾക്കാരുടെ കയ്യിൽ നിന്നും കിട്ടിയ ജീവചരിത്രങ്ങളും അവരുടെ കുറേയധികം അറിവുകൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബുക്കും അല്ലെങ്കിൽ പല ബുക്കുകളും എനിക്ക് കിട്ടിയാൽ എൻ്റെ അറിവ് കൂടും, എനിക്ക് കുറച്ചും കൂടെ നോളജ് ഉണ്ടാവും. എനിക്ക് ആ ഓരോ ക്വസ്റ്റ്യൻസിനും സ്നാപ്പ് ഓഫ് എ സെക്കൻഡ്സിൽ ആൻസർ പറയാൻ പറ്റും. പക്ഷേ സിറിക്ക് ഈ ഒറ്റൊരു ബുക്കേ ആപ്പിൾ ഇപ്പോഴും കൊടുത്തിട്ടുള്ളൂ. ഈ പറയുന്ന സിറി ഫണ്ടമെൻ്റലായിട്ട് എങ്ങനെയാണ് ആൻസർ പറയുന്നത്? ഒരു പ്രോംപ്റ്റ് ഉണ്ടാവും. ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ യെസ് ഐ ആം ഫൈൻ എന്ന് പറയുന്ന ഒരു പ്രോംപ്റ്റിൻ്റെ ആൻസറാണ് ആപ്പിൾ കൊടുത്തിട്ടുള്ളൂ. ഇത് നേരത്തെ കോഡ് ചെയ്ത് വെച്ചാണ്. ഒരു ഹ്യൂമൻ സെൻട്രിക് ആയിട്ട് സിറി ഇപ്പോഴും മാറിയിട്ടില്ല. പക്ഷേ ഗൂഗിളിൻ്റെ കുറച്ചുകൂടെ ഹ്യൂമൻ സെൻട്രിക് ആണ്. ഞാനിപ്പോൾ ചോദിക്കുകയാണ്, എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ സുഖമായിട്ട് പോകുന്നു, നിനക്കെങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അല്ലാതെ പക്ഷം എങ്ങനെയുണ്ടാ, കൊള്ളാം, അല്ലെങ്കിൽ അടിപൊളി എന്നിങ്ങനെ പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും.
അത് ഗൂഗിളിന് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു സെയിം മെക്കാനിസം അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻ സെൻട്രിക് ബിഹേവിയർ ആപ്പിളിന് വരാനാണ് ഗൂഗിളിൻ്റെ ഏറ്റവും വലിയ AI മോഡൽസിൻ്റെ ഹെൽപ്പ് ഉണ്ടാകാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇൻ ആപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഇൻ ആപ്പായിട്ട് വർക്ക് ചെയ്യുന്ന കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് കലണ്ടർ ഉണ്ട്, റിമൈൻഡർ ഉണ്ട്, നമ്മുടെ പല ഫോണുകളിലും ആപ്ലിക്കേഷൻസ് ഡെയിലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൻ്റെ ഫുൾ ഫീഡ്ബാക്കും അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെക്കമെൻഡേഷൻസും സിറി ഇനി നമുക്ക് ചെയ്തു തരും. ഇപ്പോൾ ഞാൻ എൻ്റെ കലണ്ടർ ആപ്പിൽ നോക്കുമ്പോൾ എനിക്ക് ഇത്രത്തെ ദിവസങ്ങളിൽ സ്കെഡ്യൂൾസ് ഉണ്ട്, എനിക്ക് ട്രാവൽ ഉണ്ട്, ബാക്കി എല്ലാ കാര്യത്തിൻ്റെയും ഒരു സമ്മറി എനിക്ക് ലഭിക്കും. ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് വീക്കിലെയും കംപ്ലീറ്റ് മന്തിലെയും ഫുൾ കാര്യം എനിക്ക് പ്ലാൻ ചെയ്ത് തെറ്റുകൂടാതെ ചെയ്യാനും പുതിയ സിറിക്ക് കേപ്പബിലിറ്റി ഉണ്ടാവും. ഇനി ഈ വരാൻ പോകുന്ന സിറിയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ വൺ ഓഫ് ദ കീ ഫാക്ടറാണ് നോളജ് അബൌട്ട് പാസ്റ്റ് കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹ്യൂമൻ സെൻട്രിക് ആകുമ്പോഴുള്ള ഗുണമാണ്. ChatGPT യൂസ് ചെയ്യുമ്പോൾ ഞാൻ എവിടെയെങ്കിലും വെച്ച് പറഞ്ഞൊരു പ്രോംപ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് എൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് ഒരു മഞ്ഞ കാര്യമാണ് വേണ്ടത് അല്ലെങ്കിൽ ഒരു മഞ്ഞ ബുക്കാണ് വേണ്ടത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഓർത്ത് വെച്ചോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ചാറ്റ് വിട്ടു. ഞാനത് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് കഴിഞ്ഞിട്ട് ഒരു ബുക്കിൻ്റെ കാര്യം പറഞ്ഞു. ChatGPT പറയും, ഒരു യെല്ലോ ബുക്കില്ലേ, ആ യെല്ലോ ബുക്ക് പോലെ ഒരു ബുക്കാണോ എബിൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ബുക്കാണോ എബിൻ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എബി ഇങ്ങനത്തെ ഒരു കാര്യം നമുക്ക് ചെയ്താലോ എന്നുള്ള ആ ഒരു പാസ്റ്റ് കോൺവെർസേഷനില്ല, അത് കഴിഞ്ഞു പോയ നമ്മുടെ സംസാരത്തിലുണ്ടായ ആ ഒരു നോളജില്ലേ, അത് എപ്പോഴും കീപ്പപ്പ് ചെയ്ത് ഒരു പുതിയ കാര്യം വരുമ്പോഴും അതേപോലെ വേണോ അല്ലെങ്കിൽ ഇതേപോലെ വേണോ എന്ന് ചോദിക്കും. അത് സിറിക്ക് ഇപ്പോഴും ഇല്ല. ഞാനൊരു കാര്യം ചോദിച്ചു, ആ കാര്യം അപ്പം മറന്നു. അതിനെപ്പറ്റിയുള്ള ബാക്കിയുള്ള ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസോ ബാക്കിയുള്ള കാര്യങ്ങളോ സിറി ചോദിക്കാറില്ല. പക്ഷെ ഡബ്ല്യു അത് കാണിച്ചായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ അമ്മേൻ്റെ ഫ്ലൈറ്റ് എപ്പോൾ വരും എന്ന് ചോദിച്ചാൽ ഇത്ര സമയത്തിനുള്ളിൽ വരും. അപ്പം പറയാണ്, അമ്മേനെ ഞാൻ വിളിക്കണോ, അല്ലെങ്കിൽ അമ്മ ലാൻഡ് ചെയ്ത് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്ത് നോക്കണോ എന്നിങ്ങനെ കുറച്ചും കൂടെ എന്താ പറയുക, നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എങ്ങനെയാണോ അതേപോലത്തെ ഒരു ടോക്കിലേക്ക് സിറി വരും. അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഗൂഗിളിൻ്റെ മൾട്ടി ഇയർ കൊളാബറേഷൻ വരുന്നത്. ആ ഒരു ഫൗണ്ടേഷൻ ഗൂഗിൾ ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഒഫീഷ്യലി കൺഫേം ചെയ്തു, ആപ്പിളും ഗൂഗിളും. ഞാൻ നേരത്തെ പറഞ്ഞു 1.5 ട്രില്യനും അതേപോലെ 1.3 ട്രില്യൻ ഒക്കെ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഗൂഗിളിൻ്റെ നിന്ന് എടുത്തിട്ടായിരിക്കും സിറി ചെയ്യാൻ പോകുന്നത്. ഈ പറയുന്ന പല കാര്യങ്ങളും ആപ്പിളിന് ഇപ്പോൾ ഒരു ലേണിംഗ് പ്രോസസ്സിലേക്ക് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 കൊല്ലമായിട്ടും ആപ്പിൾ ട്രൈ ചെയ്തിട്ട് കിട്ടാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഗൂഗിളിൻ്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. മേ ബി ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ ആപ്പിൾ തന്നെ ഇതിനുള്ള ഫുൾ ഫൗണ്ടേഷൻസും ക്രിയേറ്റ് ചെയ്ത് ഒരു ഫണ്ടമെൻ്റൽ സ്ട്രക്ചറായിട്ട് സിറിനെ കുറച്ചും കൂടെ ബിൽഡപ്പ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഈ ഒരു വീഡിയോയിൽ കുറേയധികം പുതിയ ഐഡിയാസും ബാക്കി വരാൻ പോകുന്ന ഗൂഗിൾ വിത്ത് ആപ്പിളിൻ്റെ ആ ഒരു സിറി 2.0 കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ഇപ്പം ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ലീക്സും എല്ലാ കാര്യമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എന്തെങ്കിലും ഈ ഒരു കാര്യത്തിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഈ ഒരു ചാനൽ നമുക്ക് ഈ ഒരു കൊല്ലം തന്നെ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഹിറ്റ് ചെയ്യണം. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ റെഗുലറായിട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് കിട്ടും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Evan Seria signing from Evika.